മുല്ലപ്പെരിയാർ പ്രശ്നത്തിൽ കേന്ദ്ര സംസ്ഥാന ഗവൺമെന്റുകൾ കാണിക്കുന്ന നിസ്സംഗത നിലപാടിൽ പ്രതിഷേധിച്ച് കെഎസ്ഇബി വർക്കേഴ്സ് അസോസിയേഷൻ, കെഎസ്ഇബി ഓഫീസേഴ്സ് അസോസിയേഷൻ സംയുക്താഭിമുഖ്യത്തിൽ കാഞ്ഞങ്ങാട് ഹെഡ് പോസ്റ്റ് ഓഫീസിന് മുന്നിൽ ധർണ നടത്തി. സിപിഎം ജില്ലാ കമ്മിറ്റി അംഗവും മുൻ എംഎൽഎയുമായ കെ.വി. കുഞ്ഞിരാമൻ ഉദ്ഘാടനം ചെയ്തു. വളരെ സെൻസിറ്റീവായ ഒരു പ്രദേശത്ത് നിൽക്കുന്ന അണക്കെട്ട്, അതിന്റെ പരിസര പ്രദേശത്ത് കഴിഞ്ഞ കുറച്ച് വർഷങ്ങൾക്കുള്ളിൽ ഉണ്ടായിട്ടുള്ള ഭൂചലനങ്ങൾ, അണക്കെട്ട് പ്രദേശത്താണ് നടക്കുന്നതെങ്കിൽ അണക്കെട്ടിന് താങ്ങാൻ സാധിക്കാത്ത നിലയിലുള്ള ശേഷി ആ ഭൂചലനങ്ങൾക്കുണ്ടായിരുന്നു. 24ഓളം ചെറുതും വലുതുമായ ഭൂചലനങ്ങൾ അണക്കെട്ടിന്റെ പരിസര പ്രദേശങ്ങളിൽ നടന്നിട്ടുണ്ട്. അത് അണക്കെട്ടിന്റെ പരിസരത്തേക്ക് മാറിയാലുണ്ടാകാവുന്ന ഭവിഷ്യത്തുകളെ സംബന്ധിച്ചുള്ള പഠനവും നടന്നിട്ടുണ്ട്. ഈ ഒരു വിഷയം വളരെ ആശങ്കയോടെയാണ് കേരളത്തിലെ ജനങ്ങൾ ഇന്ന് നോക്കിക്കാണുന്നത്. കേരളത്തിലെ എറണാകുളം, അതുപോലെ തന്നെ ഇടുക്കി, തൊട്ടടുത്തുള്ള ചില ജില്ലകൾ, ഇവിടെയൊക്കെ ജീവിക്കുന്ന 30 ലക്ഷത്തോളം വരുന്ന ജനങ്ങളുടെ ജീവിതവും ആയുഷ്കാലം കൊണ്ട് അവർ നേടിയെടുത്തതുമെല്ലാം ഒരു 3-4 മിനിറ്റ് കൊണ്ട് വാഷ് ഔട്ടായി പോകുന്ന നിലയിലുള്ള പ്രശ്നങ്ങളാണ് അണക്കെട്ട് പൊട്ടിയാൽ ഉണ്ടാകാൻ വേണ്ടി പോകുന്നത്. ഈ ആശങ്ക ജനങ്ങളെ സംബന്ധിച്ചിടത്തോളം വളരെ ഗൗരവമുള്ള ഒന്നാണ്. കാരണം ഇത് നിർമ്മിക്കാൻ ആവശ്യമായിട്ടുള്ള പ്രവർത്തനങ്ങൾ സംഘടിപ്പിക്കുന്നതിന് ഇന്ന് ഏതെങ്കിലും വിധത്തിലുള്ള പ്രശ്നങ്ങളില്ല. തമിഴ്നാട് ഉയർത്തിക്കൊണ്ടുവരുന്ന തെറ്റായ വാദമുഖങ്ങളിൽ ഊന്നിയിട്ടുള്ള ചില പ്രശ്നങ്ങൾ മാത്രമേ അടിസ്ഥാനമായിട്ടുള്ളൂ. പതിറ്റാണ്ടുകളായി ജലത്തിന്റെ കാര്യത്തിൽ സമ്പന്നമാണ് കേരളം എന്നുള്ളത് കൊണ്ട് കാർഷികാവശ്യത്തിന് ആവശ്യമായിട്ടുള്ള വെള്ളം പ്രദാനം ചെയ്യുന്നതിനും പിന്നീട് ആ പാട്ടക്കരാർ പുതുക്കുന്ന അവസരത്തിൽ വൈദ്യുത നിർമ്മാണത്തിന് ആവശ്യമായിട്ടുള്ള വെള്ളം നൽകുന്നതിലും കേരളം വൈമനസ്യം പ്രകടിപ്പിച്ചിട്ടില്ല. ഏത് സാഹചര്യത്തിലും ഇന്ന് തമിഴ്നാടിന് നൽകിക്കൊണ്ടിരിക്കുന്ന കാർഷികാവശ്യത്തിനും വൈദ്യുതോൽപാദനത്തിനും ആവശ്യമായിട്ടുള്ള വെള്ളം 1 ലിറ്റർ പോലും കുറയാതെ കൊടുക്കാൻ ആവശ്യമായിട്ട് സംവിധാനം ഉണ്ടാക്കണമെന്ന് തന്നെയാണ് കേരളത്തിലെ മുഴുവൻ ആളുകളും ആവശ്യപ്പെടുന്നത്. അതിൽ കക്ഷി രാഷ്ട്രീയ അഭിപ്രായ വ്യത്യാസങ്ങളോ മതജാതി വ്യത്യാസങ്ങളോ ഒന്നുമില്ല. ജനങ്ങൾ ഒറ്റക്കെട്ടായി ഈ വിഷയത്തിൽ തമിഴ്നാടിന് ജലം, കേരളത്തിന് സുരക്ഷ എന്ന കൺസെപ്റ്റിനെ അടിസ്ഥാനമാക്കി ഈ പ്രശ്നം പരിഹരിക്കുന്നതിന് വേണ്ടിയിട്ടുള്ള നടപടികൾ കേന്ദ്ര സംസ്ഥാന ഗവൺമെന്റുകളും കോടതിയും സ്വീകരിക്കണമെന്നുള്ള നിലപാടിൽ ഉറച്ചു നിൽക്കുകയാണ്. കേരളത്തിലെ ജനങ്ങളെ സംബന്ധിച്ചിടത്തോളം ഈ ഒരു വിഷയത്തിൽ കക്ഷി രാഷ്ട്രീയ അഭിപ്രായ വ്യത്യാസങ്ങളില്ല. അത് നേടിയെടുക്കാൻ ആവശ്യമായുള്ള പ്രവർത്തനങ്ങളിൽ കേരളത്തിലെ ഐക്യജനാധിപത്യ മുന്നണി ഗവൺമെന്റിന്റെ കൂടെ ഒറ്റക്കെട്ടായി നിൽക്കാൻ കേരളത്തിലെ എല്ലാ പ്രതിപക്ഷ രാഷ്ട്രീയ പ്രസ്ഥാനങ്ങളും ജനങ്ങളും തയ്യാറാണ്. അങ്ങനെ കേരളം ഒരു മനസ്സോടെ കാണുകയും പ്രതികരിക്കുകയും ചെയ്യുന്ന ഒരു വിഷയം എന്നുള്ള നിലയിൽ ഈ പ്രശ്നത്തിന്റെ പ്രാധാന്യത്തിനും ഗൗരവത്തിനും അനുസരിച്ച് സംസ്ഥാന കേന്ദ്ര ഗവൺമെന്റുകൾ ഈ വിഷയത്തെ കാണുന്നുണ്ടോ എന്നുള്ളതാണ് പ്രശ്നം. അവിടെയാണ് നമുക്ക് ചില വ്യത്യസ്തമായ അഭിപ്രായങ്ങൾ സ്വാഭാവികമായും പൊതുസമൂഹത്തിനിടയിൽ ഉയർന്നു വരുന്ന ഒരു സ്ഥിതി ഉണ്ടായിട്ടുള്ളത്. വി. ലക്ഷ്മണൻ അധ്യക്ഷത വഹിച്ചു. എ. മോഹനൻ, കെ.പി. രാമചന്ദ്രൻ, ശ്രീനിവാസൻ, വി. അർജുനൻ, വി. ജനാർദ്ദനൻ, സീതാരാമൻ എന്നിവർ സംസാരിച്ചു. പി. വി. മധുസൂദനൻ സ്വാഗതവും ടി. ബാലകൃഷ്ണൻ നന്ദിയും രേഖപ്പെടുത്തി.